ഇതങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് വണ്ടി എടുത്തിട്ട് പോകാനുള്ളൊരു മൂഡ് വന്നത്. അങ്ങനെ 100 110 മധുരയൊക്കെ താണ്ടി തിരുനെല്വേലി റൂട്ടിലിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൈത്താറെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ട്. അങ്ങനെ റീറൂട്ട് അടിച്ച് നേരെ വന്ന് കയറിയ സ്ഥലമാണ് ഇത്. ഇതെന്ന് പറയുന്ന പഴയ ഒരു എന്താ പറയുക, എയർപോർട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു എയർ ബേസാണ്. 2 റൺവേ ഉണ്ട്. ആക്ച്വലി ഇത് ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സിൻ്റെ ഷേപ്പിൽ കിടക്കും. അവർ ഈ ബ്രിട്ടീഷുകാർ പണ്ട് വേൾഡ് വാർ 2 സമയത്ത് ഒരു എയർ ബേസായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു എന്താ പറയുക, ഒരു എയർപോർട്ടാണത്. പിന്നെ ഇപ്പോഴത്തെ റൺവേസിനൊക്കെ പോലെ ടാർമാക്കല്ല സംഭവം. ഇത് മൊത്തത്തിൽ പ്രോപ്പർ കോൺക്രീറ്റ് വെച്ചിട്ട് എൻറ്റയർലി ഉണ്ടാക്കിയിരിക്കുന്ന റൺവേ ആണ്. ആക്ച്വലി ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും ഈ കോൺക്രീറ്റിനൊരു ഡാമേജോ വേറെ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആകെപ്പാടെ സംഭവിച്ചിട്ടുള്ളത് ആ അടിയിലത്തെ ഭൂമി ഇരുന്ന് പോയത് കാരണം ഇതിന് വന്നിട്ടുള്ള ഒരു ചെറിയ ഇതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ സർഫസ് അത്ര ഈവനായിട്ടല്ല കിടക്കുന്നത്. പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഇതുപോലെ വെള്ളമൊക്കെ കയറി കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനടുത്ത് തന്നെ ഒരു കദംപൂർ എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. വെറുതെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഈ റൺവേയുടെ നീളം ഒന്ന് അളന്ന് നോക്കാം. ഇപ്പോൾ 155.7 അല്ലേ? ഓക്കെ. പിന്നെ ഇതിപ്പോൾ മെയിനായിട്ട് ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന അവരുടെ എന്താ പറയുക, കൃഷി എടുത്തിട്ടുള്ള വിളവും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഉണക്കാനും ആൾക്കാരെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനും ഒക്കെയാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. ഈ സ്ഥലം ഇങ്ങനെ അബാൻഡൻഡ് ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ഈ തൊട്ടടുത്തുള്ള വില്ലേജസിലോട്ടുള്ള പല റോഡുകളും ഇതിൻ്റെ നടുക്കൂടെയൊക്കെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഒരു റോഡിൽ കയറിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതിലൊരു പാർഷ്യലി ഇതൊരു റോഡ് പോലെയും യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. 157.4 155.7 ആയിട്ടുണ്ട്. നിയർലി 2 കിലോമീറ്റർ നീളമുണ്ട്. അങ്ങനെ സ്വന്തം ബൈക്കിൽ റൺവേയുടെ നടുക്ക് നിന്ന് ഫോട്ടോ എടുക്കണമെന്നുള്ള ആഗ്രഹം ഇതോടുകൂടി പരിസമാപ്തമായിരിക്കുകയാണ്. അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് വരുന്നവരെ നമുക്ക് കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പ്ലീസ്.